ആലപ്പുഴ നഗരസഭയിലെ 17ാം വാർഡായ കരളകം വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കായലും പച്ചപ്പും കൈകോർക്കുന്ന പ്രകൃതി രമണീയമായ കരളകം വാർഡിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനസമക്ഷം പരിപാടിയിലൂടെ നമുക്ക് അടുത്തറിയാം. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇടത്തോടുകളാൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് കരളകം വാർഡ്. 26ഓളം ഇടത്തോടുകളാണ് വാർഡിലുള്ളത്. തോടുകൾ മാലിന്യവാഹിനിയായി മാറാതിരിക്കാൻ തോടുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാണ് വാർഡ് കൗൺസിലർ VR ശൈലജയുടെ ആവശ്യം. കൂടാതെ തൊഴിലുറപ്പ് പ്രവർത്തകരെ ഇടത്തോടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണമെന്ന ഉദ്ദേശവുമുണ്ട്. പാലക്കുളം റോഡും കേരളീയൻ റോഡും പനക്കൽ ജംഗ്ഷനും പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റും വടികാട് ജംഗ്ഷനുമെല്ലാം അതിരു പങ്കിടുന്ന കരളകം വാർഡിൽ പേരിനെ അനുസ്മരിപ്പിക്കും വിധം കരളകം പാടശേഖരവും സ്ഥിതി ചെയ്യുന്നു. 80 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിന്റെ 60 ഏക്കർ മാത്രമാണ് കരളകം വാർഡിൽ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി തരിശുഭൂമിയായി കിടന്നിരുന്ന പാടശേഖരം ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെന്നും ആദ്യ വിളവെടുപ്പ് തന്നെ വിജയകരമായിരുന്നുവെന്നും കൗൺസിലർ പറഞ്ഞു. തരിശുഭൂമിയായിട്ട് കിടന്ന 23 വർഷത്തോളം തരിശുഭൂമിയായി കിടന്നതാണ്. ഇപ്പോഴത് കഴിഞ്ഞാണ് ഇപ്പം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ കൃഷി തന്നെ വളരെ വിജയമായിരുന്നു. നല്ല ഒരു വിജയം തന്നെയാണ് ഇപ്പോഴും പാടശേഖരത്തിൻ്റെ പറയാൻ പറ്റുന്നത്. ശുദ്ധജലക്ഷാമം അതിരൂക്ഷമായിരുന്ന കരളകം വാർഡിൽ കൗൺസിലറുടെ ഇടപെടൽ മൂലം 46 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഹോളി ഫാമിലി സ്കൂളിന് സമീപത്തായി RO പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ RO പ്ലാന്റിലൂടെ ശുദ്ധീകരിച്ച ജലം വാർഡ് നിവാസികൾക്കും തൊട്ടടുത്ത പ്രദേശമായ നെഹ്റു ട്രോഫി നിവാസികൾക്കും ലഭിക്കുന്നു. ആരാധനാലയങ്ങൾ കുറവെങ്കിലും കാവുകൾ യഥേഷ്ടമുള്ള കരളകം വാർഡിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2 എണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. വടികാട് ഗവൺമെന്റ് LP സ്കൂളും ഹോളി ഫാമിലി LP സ്കൂളുമാണ് നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ കാര്യക്ഷമമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നടപ്പാതകളില്ലാതെ ദുർഘടമായി കിടന്ന വാർഡിൽ കൗൺസിലർ ശൈലജയുടെ ഇടപെടൽ മൂലം കോടികൾ ചിലവിടുന്ന റോഡ് നിർമ്മാണവും പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. ഈ വാർഡെന്ന് പറയുന്നത് തന്നെ വെള്ളക്കെട്ടാൽ തന്നെ വളരെ മാലിന്യം ഇടത്തോടുകളുടെ കൂടുതലുകൊണ്ട് മാലിന്യം വളരെയധികം വരുന്ന ഒരു പ്രദേശമാണ്. മാലിന്യം വാർഡുകളിലേക്ക് വീടുകളിൽ നിന്നും നേരെ വീട്ടുമുറ്റത്തൊന്നും ഇടുന്നില്ല എങ്കിൽ പോലും പക്ഷേ അതെല്ലാം തോട്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ നമ്മുടെ ഈ പൊതുവായിട്ട് ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം യാതൊരുവിധ സഞ്ചാരയോഗ്യമായ നല്ല ഒരു നടപ്പാതയില്ലാത്ത ഒരു വാർഡായിരുന്നു നിലവിൽ. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എനിക്ക് ഏതാണ്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിലുപരിയായിട്ട് ഏതാണ്ട് 80 ഏക്കർ നിലം തന്നെ നമ്മുടെ കരളകം പാടത്തുള്ളതാണ്. കേരളത്തിലാകമാനം അറിയുന്ന കരളകം പാടശേഖരം അതിൽ 60 ഏക്കർ ഈ കരളകം വാർഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അവിടെ തരിശായിട്ട് കിടന്നിരുന്ന ഈ നിലങ്ങൾ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നല്ല വിളവെടുക്കുന്നുണ്ട് അതിലൂടെ. പിന്നീട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ വാർഡിൽ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. റോഡുകളാണെങ്കിലും തോടിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ ഈ ഇങ്ങനെ ഒരു പാടശേഖരം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കൃഷി നടക്കുന്നത് കൊണ്ടും വെള്ളക്കെട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല. പല വാർഡുകളിൽ നിന്ന് ഒഴുകി എത്തുന്ന ജലം നന്നായി ഒഴുകി കായലിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ തോടുകൾക്കെല്ലാം സംരക്ഷണ ഭിത്തി അടിയന്തരമായി കെട്ടേണ്ടതുണ്ട്. തെക്ക് നിന്ന് 6 വാർഡുകളിലെ വെള്ളം ഒഴുകി വരുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് പോലും പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിന്ന് വരുന്ന വെള്ളമടക്കം ഈ വാർഡിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് കിട്ടേണ്ട സഹായങ്ങൾ ഏറ്റവും അധികം എനിക്ക് കിട്ടേണ്ടത് ഈ തോടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ആണ്ടും തന്നുകൊണ്ട് സംരക്ഷണ ഭിത്തി കിട്ടുവാണെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. ഇങ്ങനെ ഒരു കൃഷി നടക്കുന്നത് കൊണ്ട് യാതൊരുവിധ പകർച്ചവ്യാധികളും ഇവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. കരളകം വാർഡിൽ ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനവും കാര്യക്ഷമമായി നടക്കുന്നു. 125ഓളം ബയോഗ്യാസ് പ്ലാന്റുകളാണ് വാർഡിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രദേശം കായൽ ടൂറിസം മേഖലയ്ക്ക് അനുകൂലമെങ്കിലും ഇവിടുത്തെ ജീവിത നിലവാരം ഇടത്തരം തന്നെ. അതേസമയം ആലപ്പുഴ നഗരസഭാ രൂപീകരണത്തിനു ശേഷം UDFന്റെ സിറ്റിംഗ് സീറ്റായ കരളകം വാർഡ് ആദ്യമായാണ് LDFനൊപ്പം നിൽക്കുന്നത്. 2011 കന്നിയംഗത്തിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച VR ശൈലജ എന്ന ഈ കൗൺസിലറിലൂടെയായിരുന്നു ചരിത്രം തിരുത്തിക്കുറിച്ച ഭരണമാറ്റമെന്നതും പ്രത്യേകതയാണ്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വാർഡിനെ വികസനത്തിലേക്ക് നയിച്ച കൗൺസിലറിന് ഇനിയും ഒരുപാട് കാലം താണ്ടേണ്ടതുണ്ട്. ടൂറിസവും കുട്ടനാട് പാക്കേജുമെല്ലാം വാർഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷകളുടെ പുത്തൻ നാമ്പുകളാണ് നൽകുന്നത്.